ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറയാതെ നാളെ എന്താണ് വെച്ചാ, നാളെ എന്താ തിരുവോണം, ഇന്നോ ഉത്രാടം. അപ്പൊ നമ്മൾ തിരുവോണത്തിന്റെ ഒരു പ്രത്യേകത ഒക്കെ ആയതല്ലേ, നമ്മൾ ഒരു വീഡിയോ, ഓണത്തിന്റെ ഇംഗ്ലീഷ് വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കേ, മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കേ, കം ഓൺ. ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ നാളെ എന്താണ്? തിരുവോണം. ഇന്നെന്താണ്? ഉത്രാടം. എങ്ങനെ നമ്മളത് പറയും? ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. എങ്ങനെ പറയും? Today is ഉത്രാടം. Tomorrow is തിരുവോണം. Today is ഉത്രാടം and tomorrow is തിരുവോണം. അപ്പൊ നാളെ തിരുവോണം ആയതുകൊണ്ട് നമ്മൾ നാളെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ പോവാണല്ലേ. അപ്പൊ നമുക്ക് എന്താണ് എല്ലാവർക്കും ഓണാശംസകൾ പറയണ്ടേ? ഓണാശംസകൾ. ഞങ്ങളുടെ വക ഓണാശംസകൾ നേരുന്നു. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? A hearty ഓണം വിഷസ് ടു everyone. Okay. A warm ഓണം വിഷസ് ടു all. അങ്ങനെയും പറയാം, എങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഓണം വിഷസ് ഞങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. നമ്മളപ്പോൾ നാളെ ഓണം ആഘോഷിക്കാൻ പോകണല്ലേ. നമ്മൾ നാളെ തിരുവോണം ആഘോഷിക്കാൻ പോവുകയാണ്. ആഘോഷിക്കുക എന്നുള്ള വാക്ക് എന്താണെന്നറിയാമോ? ആഘോഷിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ പറയാ? സെലിബ്രേറ്റ്. അപ്പൊ നാളെ നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവാണ്. We are going to celebrate to ഓണം. അല്ല, പിന്നെ ടു വേണ്ട. We are going to celebrate ഓണം. തിരുവോണം. We are going to celebrate തിരുവോണം tomorrow. നാളെ നമ്മൾ തിരുവോണം ആഘോഷിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പൊ നാളെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ സാധാരണ മലയാളികള് ഏത് മാസമാണോ ഓണം ആഘോഷിക്കുക എന്നറിയാമോ? ചിങ്ങമാസമാണ് അല്ലേ. അപ്പൊ നമ്മളെങ്ങനെ പറയാ? ചിങ്ങമാസത്തിലാണ് നമ്മൾ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നത് എന്ന് പറയണം. ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ അത് ഏത് ടെൻസിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാറുള്ളത്? ചെയ്യാൻ പോകുന്നതല്ല, ചെയ്ത് കഴിഞ്ഞതുമല്ല, എന്നും നമ്മൾ ചെയ്യാറുള്ളത് പൊതുവായിട്ടുള്ള കാര്യമാണ്. അതെ. അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ചിങ്ങമാസത്തിലാണ് ഓണം എന്നാണ് പറയേണ്ടത്. ഡൂ വെച്ചിട്ടാണ്, പക്ഷെ ഡൂവില് കാണൂല നമ്മൾ. അതെ. അപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വി സെലിബ്രേറ്റ് ഓണം ഇൻ ദ മന്ത് ഓഫ് ചിങ്ങം. ഇനി നമുക്ക് ഒന്നും കൂടി ഇതാക്കി പറയാം. മലയാള മാസത്തിലാണ് മലയാള മന്ത്. അതെ. അപ്പൊ നമ്മളെല്ലാ മലയാളികളും മലയാള മാസത്തിലാണ്, മലയാള മാസത്തിൽ ഏത് മാസത്തില്? മലയാള മാസം ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാ? വി ഓൾ മലയാളീസ് സെലിബ്രേറ്റ് ഓണം മലയാളം ഇൻ ദ മന്ത് ഓഫ് മലയാളം. മലയാള മന്ത് ഓഫ് ചിങ്ങം. ഇനി ഓണത്തിന് നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവും? പായസം, സദ്യ, കിച്ചടി. അപ്പൊ അതിനകത്ത് സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാം പെടുമല്ലോ. കിച്ചടി പച്ചടി ഒക്കെ പെടും അല്ലേ. അപ്പൊ നമ്മള് പിന്നെ വേറെ സ്പെഷ്യൽ ആയിട്ട് വേറെ സാധനം ഉണ്ടാവും മുറ്റത്ത്. എന്താ? ഫ്ലവർ ബെഡ്. അതിന്റെ മലയാളം എന്താ? പൂക്കളം അല്ലെ. അപ്പൊ നമ്മള് പൂക്കളം ഇടാറുണ്ട്, അതായത് പൂക്കളം പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. പൂക്കളം പ്രിപ്പയർ ചെയ്യാറുണ്ട്, സദ്യ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. ഉണ്ടാവോ? ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് പൂക്കളത്തിൽ നിന്ന് തുടങ്ങാം. നമ്മള് മലയാളികൾ പൂക്കളം തയ്യാറാക്കാറുണ്ട്. പൂക്കളം തയ്യാറാക്കാറുണ്ട്. എങ്ങനെ പറയും? ഫ്ലവർ ബെഡ്. നമ്മൾ പൂക്കളം തയ്യാറാക്കാറുണ്ട്. സദ്യ ആൻഡ് പായസം. സദ്യ ആൻഡ് സദ്യയിൽ പായസം പെടില്ലേ? അല്ലേ.
അപ്പോൾ വി പ്രിപ്പയർ പൂക്കളം ആൻഡ് സദ്യ അല്ലെ. ഈ സദ്യ, പൂക്കളം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളൊന്നും ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല, കാരണം അവർക്കൊന്നും ഇതൊന്നും സുപരിചിതമല്ല അല്ലെ. അപ്പോൾ അതുകൊണ്ട് ആ വാക്കുകളൊക്കെ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. അപ്പോൾ ഓണത്തിന് നമ്മൾ ഇതല്ലാതെ മറ്റുള്ള പല സംഭവങ്ങളും കൂടി ചെയ്യാറുണ്ട്. ഗെയിംസ് കളിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഗെയിംസ് കളിക്കാറുണ്ട്, ഓണത്തിന് നമ്മൾ ഗെയിംസ് കളിക്കാറുണ്ട് എന്ന് എങ്ങനെ പറയും? നമ്മുടെ ഫ്രണ്ട്സിന്റെയും നമ്മുടെ റിലേറ്റീവ്സിന്റെയും ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മൾ ഗെയിംസ് കളിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും? അപ്പം we play games with family members and friends. Yes, with family members and friends അല്ലേ. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മൾ ഗെയിംസുകൾ കളിക്കാറുണ്ടല്ലേ. എല്ലാരും പല പല ഗെയിംസുകൾ ഉണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഇല്ലേ? ഇപ്പൊ ഗെയിംസ് കളിക്കാറല്ലേ? ഗെയിംസ് എന്ന് വെച്ചാ ഏട്ടന്മാരൊക്കെ വരുമ്പോ കളിക്കാറുണ്ട്. മതി, സാധാ കളികൾ. അതെ, ഏട്ടന്മാരൊക്കെ വരുമ്പോ കളിക്കല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ മിൽക്കുട്ടി രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിക്കാണ്, അല്ല ഞാനിപ്പോ ഇന്ന് ഷാൾ ഇടണോ, ഡ്രസ്സിന് ഈ ഷാൾ ഇടണോ എന്നെങ്ങനെ ചോദിക്കാം. അതല്ല, എന്നോട് ചോദിക്കാണ് ഈ ഷാള് ഞാൻ ഇടണോ എന്ന് ചോദിക്കാണ്. ഇടണം മീൻസ് ഞാൻ ഈ ഷാള് ധരിക്കണമോ എന്നാണ് കറക്റ്റ് മലയാളം. ചെയ്യണമോ ഷുഡ് ഐ ധരിക്കണമോ വിയർ ദ ഷാൾ. ഷുഡ് ഐ വിയർ ദ ഷാൾ അല്ലേ, ഞാൻ ഈ ഷാള് ധരിക്കണോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ നിനക്ക് ഓണായതുകൊണ്ട് ഫുൾ പിന്നെ ഫ്രീഡം തന്നേക്കാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാന്ന് പറയാം. അപ്പൊ ഞാൻ പറയാണ്, നിനക്ക് വേണമെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം, നിനക്ക് എന്ത് വേണമെങ്കിലും ധരിക്കാം, എന്ത് വേണമെങ്കിലും ധരിക്കാം. അല്ല, നിനക്ക് ചെയ്യാം, നിനക്ക് ചെയ്യാം. അല്ല, നിനക്ക് ചെയ്യാം, നിനക്ക് എന്നതിൽ തുടങ്ങും. ധരിക്കാം, ധരിക്കുക എന്നുള്ള വാക്കിന് കൊടുക്കണം. യു ക്യാൻ വിയർ എന്ത് വേണമെങ്കിലും അത്രേ ഉള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത് അല്ലേ. ക്യാൻ വിയർ വാട്ട് എവർ യു വാണ്ട്, നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് ധരിക്കാം എന്നാണ്. ഓക്കെ. അപ്പൊ നീ എന്നോട് ചോദിക്കാണ്, അല്ല ഡ്രസ്സൊക്കെ ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഞാന് പൂക്കളിടാൻ പോവാണ്. ഓക്കെ, ഞാൻ എങ്ങനെയാ പൂക്കളിടേണ്ടത്? അപ്പൊ എങ്ങനെ ഞാൻ അല്ല, അതിന്റെ ചെയ്യണം എന്നുള്ള വാക്കയില് വരണം. അത് കളയാൻ പാടില്ല. ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യണം? ഹൗ ഷുഡ് ഐ പ്രിപ്പയർ ദ ഫ്ലവർ ബെഡ്. അത്രേ ഉള്ളൂ. ഹൗ ഷുഡ് ഐ പ്രിപ്പയർ ഫ്ലവർ ബെഡ്, ഞാൻ എങ്ങനെയാണ് പൂക്കളം ഇടേണ്ടത് എന്ന് ചോദിക്കണം. അപ്പൊ അപ്പോഴും ഞാൻ ആൻസർ പറയാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. നേരത്തെ പറഞ്ഞ വാക്കാണ്, അതിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിലും കൂട്ടിയാൽ മതി. എങ്ങനെ വേണമെങ്കിലും അവിടെ വാട്ട് മാറ്റിട്ട് ഹൗ ആക്കിയാൽ മതി. ഹൗ പറഞ്ഞാക്കണം. അപ്പൊ നിനക്ക് ചെയ്യാം, നിനക്ക് പ്രിപ്പയർ ചെയ്യാം. യു ക്യാൻ പ്രിപ്പയർ. അതാദ്യം നമ്മൾ മനസ്സിൽ പിടിച്ചു വെക്കണം. അതായത് ഉത്തരം പറയുമ്പോ എപ്പോഴും യു ക്യാൻ കഴിഞ്ഞിട്ട് എന്താണോ വെർബ് പറയേണ്ടത് അത് പറയാം. അതായത് യു ക്യാൻ പ്രിപ്പയർ, യു ക്യാൻ ഗോ, യു ക്യാൻ ഈറ്റ്, യു ക്യാൻ ഡു, ഇതും പറയാം. ഓക്കെ. അപ്പൊ അത് യു ക്യാൻ വെച്ചിട്ട് നിനക്ക് ചെയ്യാന്നൊരു സംഭവം പറഞ്ഞ അപ്പൊ യു ക്യാൻ ഓർത്തോളണം. ഓക്കെ. യു ക്യാൻ കഴിഞ്ഞിട്ട് പ്രിപ്പയർ, നിനക്ക് പ്രിപ്പയർ ചെയ്യാം. എന്താണ്? എങ്ങനെ വേണമെങ്കിലും. however you want, നിനക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അത്രേ ഉള്ളൂ. അപ്പൊ നീ എന്നോട് ചോദിക്കാണ്, പൂക്കളം എങ്ങനെ വേണം ഇട്ടോളാൻ പറഞ്ഞു. പൂക്കളം ഞാൻ എവിടെ നിന്ന് എടുക്കും? അപ്പൊ ഞാൻ എവിടെ നിന്ന് പൂക്കളം എടുക്കണം? അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നിന്ന് പൂക്കളം എടുത്തോട്ടെ. May I take it from YouTube. May I take it from YouTube ചോദിക്കാം. അല്ലെങ്കിൽ may I take the പൂക്കളം അല്ലെങ്കിൽ ഫ്ലവർ ബെഡ്, may I take the flower bed from YouTube അല്ലേ. യൂട്യൂബിൽ നിന്ന് ഞാൻ എടുത്തോട്ടെ എന്നാണ് ചോദിക്കണത്. ഓക്കെ. അപ്പൊ ഞാൻ പറയണം ഓക്കെ നീ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുത്തോ. നീ യൂട്യൂബിൽ നിന്ന് എടുത്തോ.
You can take it from, അല്ലേ? You can take it from YouTube. നിനക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാം, കുഴപ്പമില്ല, നീ യൂട്യൂബിൽ നിന്ന് എടുത്തോ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ പൂക്കളൊക്കെ റെഡിയാക്കിയിട്ട് ഏകദേശം ഒരു 10-12 മണിയൊക്കെ ആവോളം നമ്മളിത് സെർച്ച് ചെയ്ത് കുറേ നേരമായി, ടൈം എടുത്ത് സ്വാഭാവികമായിട്ടും വിശപ്പ് വരുന്നുണ്ട്. വിശപ്പ് വരുമ്പോ എങ്ങോട്ട് ഓടും? അടുക്കളയിൽ ചോറുണ്ടോ? ചോറല്ല, നമുക്ക് പായസം വേണമെന്ന് വിചാരിക്കും. അപ്പൊ പായസം റെഡിയായോ എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കും? മദർ, പായസം റെഡിയാണോ? അപ്പൊ അമ്മ പറയാണ് ഓക്കെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇപ്പൊ റെഡിയാവും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമോ? ചെയ്യൂന്നോ? ജസ്റ്റ് 2 വാക്ക് മാത്രം പറഞ്ഞാൽ മതി. വെയിറ്റ് ചെയ്യൂ അല്ല, വെയിറ്റ് ചെയ്യൂ. ചെയ്യണം ഒന്നും വേണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യൂ എന്നുള്ള വാക്ക് മാത്രം. പ്ലീസ് ചേർത്തിട്ട് വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞത്, അതിന് വേറെ ആലോചിക്കേണ്ട കാര്യമില്ല. പ്ലീസ് വെയിറ്റ് 10 മിനിറ്റ്സ് അല്ലേ? ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്ന് പറയാണ്. അപ്പൊ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. കാരണം വിശക്കുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പായസമൊക്കെ ചൂടാറി കഴിഞ്ഞപ്പോ അമ്മ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നു. അപ്പൊ 2 പായസം ഉണ്ട്. ഓക്കെ, ഒരു സേമിയ പായസം ഉണ്ട്, അടപ്പായസം ഉണ്ട്. അപ്പൊ അമ്മ ചോദിക്കണം, നിനക്ക് ഏത് പായസമാണ് ഇഷ്ടം? I like both സേമിയ പായസം ആൻഡ് അടപ്പായസം. അത് നിനക്ക് ഇഷ്ടപ്പെട്ട പറഞ്ഞു. പക്ഷെ നമ്മൾ പറയാണ് ഏത് പായസമാണ് നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കാൻ എങ്ങനെ? ഏത് പായസമാണ് ഇഷ്ടം, ഏതാണ് ഇഷ്ടം? which പായസം do you like most? which പായസം do you like most? ഏത് പായസമാണ് നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. I like both പായസം. I like both സേമിയ പായസം ആൻഡ് അടപ്രഥമൻ. രണ്ടും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോ എന്തായാലും 2 ഇഷ്ടമാണെങ്കിൽ ആദ്യം ഏതാ കഴിക്കുക? ഇല്ല കേട്ടോ, ഞാൻ ആദ്യം 2 ഇഷ്ടമാണെങ്കിൽ അടപ്പായസം ആദ്യം കഴിക്കാം. ഞാൻ എങ്ങനെ അറിയോ? സ്ട്രോ എടുക്കും, രണ്ട് ഗ്ലാസ്സിലിട്ടിട്ട് 2 ഒരുമിച്ച് ഇങ്ങനെ കുടിക്കും. അങ്ങനെ കുടിക്കുമോ? സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ പായസം എല്ലാം കഴിക്കാൻ കിട്ടുമോ? ഇത് പുതിയ അറിവാണ്, പായസം സ്ട്രോ വെച്ച് കഴിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് സദ്യയൊക്കെ കഴിച്ചു, നമ്മള് നല്ല വയറൊക്കെ നിറച്ച് നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിക്കുകയാണെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ, ടൂർ എങ്ങോട്ടെങ്കിലും പോയാലോ? 5 മിനിറ്റ് അമ്മ, എനിക്ക് ഒന്ന് ടൂർ പോകണം തോന്നുന്നു. അപ്പൊ ഒന്ന് ടൂർ പോയാലോ? അത് അമ്മേനോട് പറഞ്ഞാൽ എന്തായാലും ടൂറൊന്നും കൊണ്ടുപോയാലുണ്ടാവില്ല. എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ, ഒന്ന് ടൂർ പോയാലോ എന്ന് ചോദിക്കുകയാണ്. നമുക്ക് പോയാലോ? Let's go for a tour. നമുക്കൊരു ടൂർ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ടൂർ പോകാൻ അനുവാദമൊക്കെ തന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്? Where do you want to go? Where do you want to go? നിനക്ക് എങ്ങോട്ടാ പോവേണ്ടത്? അപ്പൊ നീ പറയും, Father, it's not a problem. It's not a problem. We can go wherever you want. Wherever you want. നമുക്ക് എവിടെയൊക്കെ, നിങ്ങൾക്ക് എവിടേക്കാണോ പോകാൻ പറ്റുന്നത് അവിടേക്ക് നമുക്ക് പോവാം അല്ലേ? പോയി കിട്ടിയാ മതി. Father, it's not a problem. We can go wherever you want. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ wherever we want. നമുക്ക് എവിടെ വേണോ അവിടെ നമുക്ക് പോവാം. എവിടെ പോകാനാണെങ്കിലും പ്രശ്നമില്ല, ഞാൻ പോവാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു സ്ഥലം തീരുമാനിക്കുകയാണ്, എന്നാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് പോവാം. അങ്ങനെയൊക്കെ വേണോ? അപ്പൊ ഞാന് എന്നാ നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാം എന്ന് പറയാണ്. നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഒരു സ്ഥലം പറ. ലെറ്റ്സ് ഗോ ടു നാടുകാണി. നമുക്ക് നാടുകാണിയിലേക്ക് പോകാം. നാടുകാണി ഇവിടെ തൊട്ടടുത്തല്ലേ, നമ്മൾ ഇടക്കിടക്ക് പോണ സ്ഥലല്ലേ? അങ്ങനെയാണെങ്കിൽ അത്രയും എടുത്തു വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ ടൂറൊക്കെ അടിച്ചു പൊളിച്ച് തിമിർത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് പോകാനാവുന്ന. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഓണായിട്ട് നിങ്ങളുടെ കൂടെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കണം എന്നേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ വക ഒരു ഓണം ആശംസകൾ എല്ലാവർക്കും. ഹാപ്പി ഓണാശംസകൾ. അതെ, നല്ല ഒരു ഓണം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. അടുത്തേക്കും ബൈ.